श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम सीताभिराम राम। श्रीराम राम राम लोकाभिराम जय। നമസ്തേ. എല്ലാവർക്കും ന്യൂസ് ഇൻഡിപെൻഡൻസിൻ്റെ സാകേതം എന്ന രാമായണ പുണ്യത്തിലേക്ക് സ്വാഗതം. രാമായണം ഒരു സകല വിദ്യാശാസ്ത്ര ഗ്രന്ഥമാണ്. വെറും മനുഷ്യകഥാനുഗായികയല്ല. അതിൽ പ്രകൃതി വർണ്ണനയുണ്ട്, രാഷ്ട്രമീമാംസയുണ്ട്, ജ്യോതിശാസ്ത്രമുണ്ട്, മന്ത്രശാസ്ത്രമുണ്ട്, വൈദ്യശാസ്ത്രമുണ്ട്. ഒരു മനുഷ്യന് വേണ്ട സകലതുമുള്ള ഒരു ഗ്രന്ഥം. രാമായണ കാലത്ത് ജ്യോതിശാസ്ത്രം ഏറ്റവും അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു എന്ന് പറയാം. രാമൻ്റെ ജനന സമയത്തെ ലഗ്നം, നക്ഷത്രങ്ങൾ, ഗ്രഹനില, ശുഭമുഹൂർത്തം നോക്കിയിരുന്നു, അശുഭമുഹൂർത്തവും നോക്കിയിരുന്നു, ശകുനം നോക്കിയിരുന്നു, ലക്ഷണങ്ങളൊക്കെ നോക്കിയിരുന്നു, കുട്ടികൾ ജനിക്കുമ്പോഴൊക്കെ പ്രത്യേകിച്ച്. അങ്ങനെ ജ്യോതിശാസ്ത്രം ഉന്നതമായ അവസ്ഥ ഉണ്ടായിരുന്നൊരു കാലഘട്ടമോ ആയിരുന്നു രാമായണ രചന എന്ന് പറയാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, രാവണൻ സീതയെ കട്ടുകൊണ്ടുപോകുന്ന മുഹൂർത്തം വിന്ദമുഹൂർത്തം എന്നാ പറയാം. അന്നുണ്ടായ ആ സമയം വിന്ദമുഹൂർത്തം. ഈ വിന്ദമുഹൂർത്തത്തിൽ ഏത് കാര്യം ചെയ്താലും അത് അധികകാലം നിൽക്കില്ല. അതായത് എന്ന് ജ്യോതിഷികൾ പറഞ്ഞിരുന്നു. വിന്ദമുഹൂർത്തത്തിൽ കൊണ്ടുപോയത് കൊണ്ട് രാവണന് സീതയെ അനുഭവിക്കാൻ കഴിയില്ല. അപ്പോൾ മുഹൂർത്തത്തിന് അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രത്തിന് പ്രാമുഖ്യം കൊടുത്തിരുന്നു രാമായണം എന്ന് വ്യക്തം. വൈദ്യശാസ്ത്രം അതേപോലെ തന്നെ. ഒരു ഉദാഹരണം നോക്കിയാൽ, ലക്ഷ്മണൻ ഇന്ദ്രജിത്തിൻ്റെ ബാണമേറ്റ് മരണാസന്നമായി കിടക്കുമ്പോൾ ജാംബവാൻ്റെ നിർദ്ദേശമനുസരിച്ച് ഹനുമാൻ ഹിമാലയത്തിലേക്ക് പോയിട്ട് മൃതസഞ്ജീവനി ഉൾപ്പെടെയുള്ള മരുന്ന് കൊണ്ടുവരണം. അപ്പോൾ മാരുതിക്ക് ഈ മരുന്ന് ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. ആ മലയോടെ, മരുത്വാമല എന്ന് പറയാം, അത് മുഴുവൻ മരുന്നുകളാണ്. വന്നു എന്ന് കഥയുണ്ടല്ലോ. മരുത്വാമലയുമായി മാരുതി കടൽ കടന്ന് വന്നു. അതിലെ പ്രധാനപ്പെട്ട മരുന്നുകളായ സന്താനകരണിയും ശല്യകരണിയും മൃതസഞ്ജീവനിയൊക്കെ ഇത്തരം പച്ചമരുന്നുകളിൽ നിന്ന് വലിയ രോഗശാന്തി വരുത്തിയിരുന്നു. മാത്രമല്ല, അധികം രോഗങ്ങളെക്കുറിച്ചൊന്നും അക്കാലത്ത് നമ്മുടെ ഇതിഹാസങ്ങളും ചർച്ച ചെയ്തിരുന്നില്ല. ഇന്ന് വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് മുഴുവൻ രോഗങ്ങളെക്കുറിച്ചാണ്. രോഗാതുരമാണ്. 40 വയസ്സ് കഴിഞ്ഞാൽ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഇല്ലാത്തവരില്ല എന്ന് പറയാം. മഹാരോഗങ്ങൾ, അത്രയും ആശുപത്രികൾ. അക്കാലത്ത് ആയുരാരോഗ്യ സൗഖ്യത്തിൽ ജീവിച്ച ഒരു ജനതയായിരുന്നു. മന്ത്രരക്ഷ. മന്ത്രത്തിൽ ഉള്ള ഒരു ഉദാഹരണം നോക്കിയാൽ, രാമൻ കാട്ടിലേക്ക് പോകുന്ന സമയം അമ്മ കൗസല്യ രാമന് പ്രത്യേകമായ മന്ത്രഭൂതമായ മന്ത്രരക്ഷയുള്ള ലേപനം കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മന്ത്രരക്ഷ കൊണ്ട് മറ്റ് രക്ഷകൾ ചെയ്തിരുന്നൊരു സമ്പ്രദായം ഉണ്ടായി എന്ന് പറയാം. നിരവധി കലാകാരന്മാരെ രാമായണം കാലത്തുണ്ടായിരുന്നു. പലതരം കഥാനുഗായകന്മാർ, സംഗീതജ്ഞന്മാർ, നൃത്തരഥന്മാർ, പലതരം. ഇന്ന് കാണുന്ന കലയുടെ എല്ലാം ഒരു സുവർണ കാലഘട്ടം തന്നെ രാമായണ കാലത്ത്. രാമായണത്തിലെ കാണ്ഡങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ബാലകാണ്ഡത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ട്? സംസ്കൃത കാവ്യമാണ്, ഋഷി വാൽമീകിയുടെ രാമായണമാണ് ഞാൻ പറയുന്നത്. ബാലകാണ്ഡത്തിൽ ഏതാണ്ട് 77 ശ്ലോകങ്ങളാണുള്ളത്. അത് ഭരതൻ്റെ മാതുലഗൃഹത്തിലേക്കുള്ള, അമ്മാവൻ്റെ വീട്ടിലേക്കുള്ള യാത്ര വരെയാണ് ബാലകാണ്ഡം. 19 സർഗങ്ങൾ, ശ്ലോകങ്ങളെക്കാളും സർഗങ്ങൾ എന്ന് ആണ് പറയേണ്ടത്. 19 സർഗങ്ങളാണ് അയോധ്യാകാണ്ഡത്തിൽ. രാമൻ്റെ വനയാത്ര വരെ, രാമൻ കാട്ടിലേക്ക് പോകുന്നത് വരെ 19 സർഗങ്ങളിലാണ് അയോധ്യാകാണ്ഡത്തിൻ്റെ വിശേഷണം. ഇനി ആരണ്യകാണ്ഡത്തിലാണെങ്കിലോ 75 സർഗങ്ങളുണ്ട്. അത് രാമൻ്റെ പമ്പാ സരസ്തടത്തിലേക്ക് സീതയെ അന്വേഷിച്ച് ലക്ഷ്മണനോടൊപ്പം വരുന്നത് വരെ
വനയാത്രയുടെ തുടക്കം തൊട്ട് സീതയെ അന്വേഷിച്ച് പമ്പാസരസ്ഥലത്തിലേക്ക് എത്തുന്ന 75 സർഗങ്ങൾ ആരണ്യകാണ്ഡത്തിലുണ്ട്. കിഷ്കിന്ധാകാണ്ഡത്തിൽ 67 സർഗങ്ങളാണുള്ളത്. അത് മഹേന്ദ്രഗിരിയിൽ ഹനുമാർ സീതാന്വേഷണത്തിന് പോകുന്നിടത്ത് കിഷ്കിന്ധാകാണ്ഡം സമാപിക്കുന്നു. ഇനി സുന്ദരകാണ്ഡമാണെങ്കിലോ ഹനുമാൻ്റെ മഹേന്ദ്രഗിരി എന്നുള്ള ചാട്ടം തൊട്ട് 68 സർഗങ്ങളിൽ പരന്നു കിടക്കുന്നു. ഹനുമാൻ മടങ്ങി സീതയെ കണ്ട് ലങ്കാദഹനം നടത്തി മടങ്ങി വരുന്നിടത്ത് സുന്ദരകാണ്ഡം സമാപിക്കുന്നു. 1.5 ദിവസത്തെ സംഭവങ്ങളാണ് സുന്ദരകാണ്ഡത്തിലുള്ളത്. ഒടുവിലത്തെ യുദ്ധകാണ്ഡം 22.5 ദിവസമാണ്. യുദ്ധകാണ്ഡത്തിൽ ഏറ്റവും വലിയ കാണ്ഡം സുന്ദരകാണ്ഡമാണ്, യുദ്ധകാണ്ഡമാണ്. 128 സർഗങ്ങൾ. ഏറ്റവും ചെറിയ കാണ്ഡം 65 ശ്ലോകങ്ങളുള്ള 68 സർഗങ്ങളുള്ള സുന്ദരകാണ്ഡമാണ്. അങ്ങനെ ഈ രാമരാജ്യത്തിൻ്റെ ഭരണാധികാര്യം ഏൽക്കുന്നത് വരെയുള്ള ഭാഗമാണ് യുദ്ധകാണ്ഡത്തിലുള്ളത്. ഈ കാണ്ഡങ്ങളിൽ ഞാൻ പറയാറുള്ളത് ഒരു മനഃശാസ്ത്രപരമായിട്ട് ചില ഗൗരവതരമായ പഠനങ്ങൾ രാമായണം നടത്തുന്നുണ്ട്. മനം മാറാൻ നിമിഷം മതി. ഈ പാഠങ്ങളിൽ, കാണ്ഡങ്ങളിൽ, സർഗങ്ങളിൽ പ്രധാനമായി എപ്പോഴും തസ്മൈ ജാഗ്രതയോടെ ഇരിക്കണം. നിമിഷം കൊണ്ട് നമ്മുടെ മനസ്സ് മാറ്റിക്കാം. നേരത്തെ പറഞ്ഞ ഉദാഹരണമായിട്ട് വേണമെങ്കിൽ കൈകേയി പറയാം. അതുപോലെ മനസ്സ് മാറി വന്നൊരു പ്രതിഭാസമാണ് രത്നാകരനിൽ നിന്ന് വാൽമീകിയിലേക്കുള്ള മാറ്റം. ആ മാറ്റം നമ്മളൊരാൾ പൂർവജന്മത്തിൽ എത്ര അല്ലെങ്കിൽ പൂർവാശ്രമത്തിൽ എത്ര നീചനും നികൃഷ്ടനും ആണെങ്കിലും ചില സന്ദർഭത്തിലെ ഇപ്പോൾ ഉണ്ടായ മാറ്റം, അത് വാൽമീകിയെ ഇവിടെ എടുത്ത് കാണിക്കാം. രത്നാകരൻ തപസ്സിദ്ധി നേടി വാൽമീകിയാവുന്നതും ഒറ്റ നിമിഷം കൊണ്ട് മന്ധരയുടെ കൂട്ടുകെട്ടുകൊണ്ട് കൈകേയി അധപ്പതിച്ചു പോകുന്നതും നല്ല വഴിയിൽ നിന്ന് നാം മാറിപ്പോകുമ്പോൾ നേർവഴി നയിക്കാൻ, അതാണല്ലോ നമുക്ക് ഒരു കൈ താങ്ങായിട്ട് വേണ്ടത്. നമ്മൾ ചിലപ്പോൾ സാഹചര്യം കൊണ്ട് വഴിമാറിപ്പോകുമ്പോൾ ആ നേർവഴി നയിക്കാനുള്ളൊരു പ്രാമാണിക വഴികാട്ടിയ ഗ്രന്ഥമാണ് രാമായണം. അതിനുള്ള ഉദാഹരണങ്ങളാണ് ഈ പറയുന്നതെല്ലാം. വിവേകികളുമായിട്ട് അതുകൊണ്ട് കൂട്ടുകൂടണം. നല്ലവരുമായിട്ടെപ്പോഴും ബന്ധമുണ്ടാകണം. സാധാരണ പറയാറുണ്ടല്ലോ, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണം ചാരിയാൽ ചാണം മണക്കും. ശ്രീരാമൻ്റെ ഒരു ഭാഗത്ത് കേൾക്കേണമമ്മേ തെളിഞ്ഞു നീ എന്നുടെ വാക്കുകളേതും വിഷാദമുണ്ടാക്കൊല, ആത്മാവിനേതുമേ പീഡയുണ്ടാക്കരുത്, ആത്മാവിനെ അറിയാത്തവരെ പോലെ. മകൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളുണ്ട്, മകൻ അമ്മയ്ക്ക് കൊടുക്കുന്ന ഉപദേശത്തെ പോലെ അമ്മ മകന് കൊടുക്കുന്ന ഉപദേശങ്ങളുണ്ട്. ജ്യേഷ്ഠൻ രാമൻ അനിയൻ ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശമുണ്ട്. ചില സമയത്ത് ജ്യേഷ്ഠൻ പതറിപ്പോകുമ്പോൾ അനുജൻ ലക്ഷ്മണൻ രാമന് കൊടുക്കുന്ന ഉപദേശമുണ്ട്. ഇങ്ങനെ പരസ്പര പൂരകമാണ്. പരസ്പര പൂരകമായിട്ട് ആർക്കാണോ പതിത്വം, തകർച്ച, വീഴ്ച വരുന്നത് അവരെ ഉദ്ധരിക്കാൻ തന്നാലാവത് സൽക്കർമ്മങ്ങളിൽ സൽവാക്കുകളിലൂടെ പകരുന്ന ഒരു ഇതിഹാസം, ഒരു മഹനീയ കാവ്യം. അതാണ് ഈ കർക്കടകത്തിൽ എല്ലാ ദിവസവും ഒരു 31 ദിവസം പാരായണം ചെയ്യുമ്പോൾ അത് ജീവിതത്തിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കായി, ജീവിതത്തിൻ്റെ ഒരു പാഠപുസ്തകമായി, വെറും വായിച്ച് തള്ളേണ്ട ഒരു പുസ്തകമല്ല, വായിച്ച് ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു രത്നമൊഴിമുത്തായിട്ട് മാറുന്ന ഒരു സിദ്ധിവിശേഷമുള്ള ഗ്രന്ഥം എന്ന് രാമായണത്തെ പറയാം. ഈ രാമായണ കാലത്ത് എല്ലാവർക്കും അത്തരം ചിന്തകളുണ്ടാകട്ടെ, അത്തരം ബുദ്ധി ഉണ്ടാകാൻ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. നമസ്തേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ സീതാഭിരാമ രാമ,
श्रीराम राम राम लोकाभिराम जय।